ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാനുള്ളേ ഫിനാൻസ് ലീസ് ആകുമ്പോൾ ലെസ്സറുടെ ബുക്കിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യാം. അതിന് തന്നെ റിസീവബിൾ ആയിട്ടാണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ലെസ്സർ ഫിനാൻസ് ലീസ് ആകുമ്പോൾ. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ട് ആ എമൗണ്ട് റിസീവബിൾ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ഈ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് വെച്ച് എങ്ങനെ ചെയ്യാം? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസെന്റ് വാല്യൂ, അതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് വെച്ച് മിനിമം ലീസ് പേയ്മെന്റ് അതിന്റെ കൂടെ അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ കൂട്ടുക. അപ്പൊ മിനിമം ലീസ് പേയ്മെന്റ് ഫ്രം ലെസ്സർ പോയിന്റ് ഓഫ് വ്യൂ പ്ലസ് അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ, അതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ആ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസെന്റ് വാല്യൂ അതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ റിസീവബിൾ ആയി കാണിക്കുക കേട്ടോ. ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും നെറ്റ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം അതിനെ അൺഏൺഡ് ഫിനാൻസ് ഇൻകം ലെസ്സർ വിളിക്കുക കേട്ടോ. അപ്പോ മിനിമം ലീസ് പേയ്മെന്റ് അതിന്റെ പെർസെന്റ് വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പഠിച്ചു. അപ്പൊ എന്താണ് മിനിമം ലീസ് പേയ്മെന്റ്? ടോട്ടൽ ലീസ് റെന്റ് ലെസ് പേ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ, അതൊന്ന് കണ്ടീഷൻ റെന്റ് മൈനസ് ചെയ്യുക, കോസ്റ്റ് ഫോർ സർവീസ് ആൻഡ് ടാക്സ് ടു ബി പെയ്ഡ് ബൈ ആൻഡ് റിയംബേഴ്സ്ഡ് ടു ലെസ്സർ, അത് മൈനസ് ചെയ്യുക, അതിന്റെ കൂടെ റെസിഡ്യൂവൽ വാല്യൂ ഗ്യാരന്റിഡ് ബൈ തേർഡ് പാർട്ടി. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് മിനിമം ലീസ് പേയ്മെന്റ് കിട്ടുക. അതിന്റെ പെർസെന്റ് വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. ആ മിനിമം ലീസ് പേയ്മെന്റിന്റെ പെർസെന്റ് വാല്യൂ കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ കൂട്ടുക. അപ്പൊ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ആ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസെന്റ് വാല്യൂ കേട്ടോ. അപ്പൊ എന്തൊക്കെ ചെയ്യണ്ടേ? മിനിമം ലീസ് പേയ്മെന്റ്, ആ മിനിമം ലീസ് പേയ്മെന്റ് അതില് ഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ പെടും, അതിന്റെ കൂടെ അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ കൂട്ടുക, അതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ പെർസെന്റ് വാല്യൂ കണ്ടുപിടിക്കുക, അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി. അപ്പൊ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ പെർസെന്റ് വാല്യൂ ഇല്ലാതെ ആ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് പെർസെന്റ് വാല്യൂ കണ്ടുപിടിച്ച നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി. അപ്പൊ അങ്ങനെയുള്ള നെറ്റ് ഇൻവെസ്റ്റ്മെന്റും ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും നമ്മളെ വ്യത്യാസം, ആ വ്യത്യാസത്തെ വിളിക്കപ്പെടാണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം. ആരെ വിളിക്കുക? ലെസ്സർ കേട്ടോ. അങ്ങനെ കണ്ടുപിടിക്കണം. അവിടെ എന്തൊക്കെ ജേണൽ വരെയെങ്കിൽ ഏറ്റവും ആദ്യത്തെ ജേണൽ വരിക ആ ലീസ് ആരംഭിക്കുമ്പോൾ, ഫിനാൻസ് ലീസ് ആരംഭിക്കുമ്പോൾ ലെസ്സി അക്കൗണ്ട് അറ്റർ, ലെസ്സി അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട് ടു അൺഏൺഡ് ഫിനാൻസ് ഇൻകം. പിന്നെ ആ ലീസ് പേയ്മെന്റ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ലെസ്സി അക്കൗണ്ട്. ഫിനാൻസ് ഇൻകം റെക്കോർഡ് ചെയ്യുമ്പോൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകം അക്കൗണ്ട് അറ്റർ ടു ഫിനാൻസ് ഇൻകം കേട്ടോ. അപ്പൊ ഇതൊക്കെ വരിക. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത എങ്ങനെയാണ് ലെസ്സർ ഫിനാൻസ് ലീസ് ആകുമ്പോൾ അക്കൗണ്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ലെസ്സറുടെ ബുക്കിൽ ചെയ്തു. അത് ലെസ്സറുടെ ബുക്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഏകദേശം കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. AD സോഫ്റ്റെക്സ് ലിമിറ്റഡിന്റെ ക്വസ്റ്റ്യൻ തന്നെ. ലീസ് ടേം 4 വർഷം, ഫെയർ വാല്യൂ 16 lakh, ലീസ് റെന്റ് 5 ലക്ഷം, ഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ 2 lakh, എക്സ്പെക്ടഡ് റെസിഡ്യൂവൽ വാല്യൂ 3 lakh. അപ്പൊ 1 lakh അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് 14.97%. ലെസ്സറുടെ ബുക്കിൽ അക്കൗണ്ട് ചെയ്യണം. ലെസ്സറുടെ ബുക്കിൽ അക്കൗണ്ട് ചെയ്യണം. എങ്ങനെ ലെസ്സറുടെ ബുക്കിൽ അക്കൗണ്ട് ചെയ്യുക? ആദ്യം ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ പെർസെന്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആവും, അതാണ് റിസീവബിൾ ആയിട്ട് കാണിക്കുക. അൺഏൺഡ് ഫിനാൻസിങ് കണ്ടുപിടിക്കണം, അതൊക്കെ പഠിച്ചു. അപ്പൊ നോക്കുക എങ്ങനെയാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് കാണുക. ആ മിനിമം ലീസ് പേയ്മെന്റ് ഫ്രം ലെസ്സർ പോയിന്റ് ഓഫ് വ്യൂ, അപ്പൊ 5 ലക്ഷം ഇൻറ്റു 4 20 ലക്ഷം. അതിന്റെ കൂടെ ഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ 2 lakh, അതിന്റെ കൂടെ അൺഗ്യാരന്റിഡ് റെസിഡ്യൂവൽ വാല്യൂ 1 lakh. അപ്പൊ ടോട്ടൽ 23 ലക്ഷം. ഇനി അതിന്റെ അത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് 23 ലക്ഷം. അതിന്റെ പെർസെന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ആ 14.97% വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഈ 5 lakh ഇൻറ്റു 0.8698 മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ കൊല്ലം മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ കൂട്ടുമ്പോൾ 23 lakh കിട്ടും. ഇവിടെ കൂട്ടുമ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ 16 lakh. അപ്പോൾ 23 ലക്ഷമാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് പെർസെന്റ് വാല്യൂ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഈ 23 ലക്ഷം ഈ 16 lakh നമ്മളെ വ്യത്യാസം. അതിനെന്താ വിളിക്കുക? അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അപ്പൊ അൺഏൺഡ് ഫിനാൻസ് ഇൻകം കിട്ടി. എത്രയാണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം കിട്ടി? 7 lakh ആണ്
അൺഏൺഡ് ഫിനാൻസ് ഇൻകം കിട്ടുക. കണ്ടോ 7 lakh. ഇനി ഇങ്ങനെ അൺഏൺഡ് ഫിനാൻസ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ലെസ് ചെയ്യേണ്ട കാര്യം, ഓരോ കൊല്ലം കിട്ടുന്ന ക്യാഷ് റെസിപ്റ്റ് ഇല്ലേ അതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. ഫിനാൻസ് ചാർജസ് ആയിട്ടും അതുപോലെ ക്യാപിറ്റൽ റിക്കവറി റെഡ്യൂസ് ഫ്രം റിസീവബിൾ ആയിട്ടും, ഒന്നാളുടെ ഇൻകം ആയിട്ടും ഒന്ന് റിസീവബിളിൽ നിന്ന് റിഡക്ഷൻ ആയിട്ടും അത് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും ആദ്യം റിസീവബിൾ ഉണ്ടായിരുന്നു 16 lakh ആണ്. പിന്നെ ആ 16 lakhന്റെ പെർസെന്റേജ് കാണാം 14.97% കാണുമ്പോൾ 16 lakh ഇൻറ്റു 14.97% ചെയ്യുമ്പോൾ 2,39,520 കിട്ടും. 5 lakh എന്നത് മൈനസ് ചെയ്യുക, അപ്പൊ 2,60,480 കിട്ടും. അപ്പൊ ഒന്നാമത്തെ കൊല്ലത്തിന്റെ അവസാനത്തുള്ള റിസീവബിൾ വെച്ചാൽ 16 lakh മൈനസ് 2,60,480 അപ്പൊ കിട്ടുക 13,39,520. അങ്ങനെ ഇനി അതിന്റെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാണുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ 2-3 കൊല്ലങ്ങളിൽ ചെയ്യാം. 4ാമത്തെ കൊല്ലം ഒരു ചേഞ്ച് ഉണ്ട്. 4ാമത്തെ കൊല്ലം എങ്ങനത്തെ ചേഞ്ച് ഉണ്ട്? ടോട്ടൽ അൺഏൺഡ് ഫിനാൻസ് ഇൻകം. ടോട്ടൽ അൺഏൺഡ് ഫിനാൻസ് ഇൻകം ഇവിടെ 7 lakh കിട്ടി. അപ്പൊ ടോട്ടല് 3 കൊല്ലം വരെ 2,39,520, 2,05,525, 1,55,695 ടോട്ടൽ കൂട്ടുമ്പോൾ 7 lakh കിട്ടണം. അപ്പൊ 4ാമത്തെ കൊല്ലത്തെ കിട്ടുക, ആ 3 കൊല്ലത്തെ കൂട്ടിയതു 7 lakh നമ്മളെ വ്യത്യാസം അത് എഴുതാം. എന്നിട്ട് 8 ലക്ഷമാണ് നേരത്തെ അവിടെ വരിക, അതിൽ സംശയമില്ല. 8 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യുക, ബാക്കിയുള്ള എമൗണ്ട് റിസീവബിളിന്റെ റിഡക്ഷൻ ആയിട്ട് കാണിക്കുക. 4ാമത്തെ കൊല്ലം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. 4ാമത്തെ കൊല്ലം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ 1,04,260 അല്ല വരിക, അന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് ചിലപ്പോൾ ഒരു മൈനർ ഡിഫറൻസ് വരും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക, ഫിനാൻസിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക 1 lakh കണ്ടോ 1,04,152 കിട്ടുക. അത് എഴുതാൻ പാടില്ല, കാരണം ഇത് കൂട്ടുമ്പോൾ 7 lakh വേണം, അതിന് വേണ്ടി ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എഴുതി. ഇനി നമുക്ക് ജേണൽ എഴുതാം. എന്തൊക്കെ ജേണൽ വരാമെന്ന്. ഏറ്റവും ആദ്യം ആ ലീസ് ആരംഭിക്കുന്ന സമയത്ത് ലെസ്സി റിസീവബിൾ എമൗണ്ട്, കിട്ടാനുള്ള എമൗണ്ട്, അസറ്റ് കൂടുക, അപ്പൊ ഡെബിറ്റ് ചെയ്തു 16 lakh. ഫിനാൻസ് ഇൻകം, ഇൻട്രസ്റ്റിന് പുതിയ വാക്ക് ഫിനാൻസ് ഇൻകം എന്നാണ് ഇപ്പോൾ. അപ്പോൾ ലെസീന 7 lakh ഡെബിറ്റ് ചെയ്തു. ടു അസറ്റ് 16 lakh. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് അസറ്റ് പോയില്ലേ ലെസ്സയുടെ കയ്യിൽ നിന്ന്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഒരു ഇൻകം കിട്ടും, അത് 4 കൊല്ലം കൊണ്ടേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന മൊത്തം ഇൻകത്തെ അൺഏൺഡ് ഫിനാൻസ് ഇൻകം വിളിക്കുന്നത് 7 lakh. ഇനി 1,000 കൊല്ലത്ത് 5 ലക്ഷം കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ലെസ്സി അക്കൗണ്ട് 5 lakh. ഇനി എന്താ വരിക? 1,000 കൊല്ലത്ത് ഒരു ഫിനാൻസ് ഇൻകം വരുമ്പോൾ മൊത്തം 7 lakh കാണിച്ചിട്ട് റിഡക്ഷൻ വരും. അപ്പൊ 1,000 കൊല്ലം അതിനെ ഫിനാൻസ് ഇൻകം ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യണം. അപ്പൊ ജേണൽ വരിക അൺഏൺഡ് ഫിനാൻസ് ഇൻകം അക്കൗണ്ട് ടു ഫിനാൻസ് ഇൻകം 2,39,520. അടുത്ത കൊല്ലം ബാങ്ക് അക്കൗണ്ട് ടു ലെസ്സി അക്കൗണ്ട് 5 lakh കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലത്തെ അൺഏൺഡ് ഫിനാൻസ് ഇൻകം അക്കൗണ്ട് ടു ഫിനാൻസ് ഇൻകം, ആ കൊല്ലത്തെ ഫിനാൻസ് ഇൻകം കേട്ടോ 2,05,125. അടുത്ത കൊല്ലം ബാങ്ക് അക്കൗണ്ട് ടു ലെസ്സി അക്കൗണ്ട് 5 lakh, ആ കൊല്ലത്തെ ഫിനാൻസ് ഇൻകം ഓർഗനൈസ് ചെയ്യുമ്പോൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകം അക്കൗണ്ട് ടു ഫിനാൻസ് ഇൻകം 1,55,695. അവസാനത്തെ കൊല്ലം 4ാമത്തെ കൊല്ലം ബാങ്ക് അക്കൗണ്ട് ടു ലെസ്സി അക്കൗണ്ട് 8 lakh. അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തിന്റെ ജേണൽ എന്താ വരിക? അൺഏൺഡ് ഫിനാൻസ് ഇൻകം അക്കൗണ്ട് ടു ഫിനാൻസ് ഇൻകം. അപ്പൊ ആദ്യം അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തെ നമ്മൾ ക്രെഡിറ്റ് ഇട്ട് പിന്നെ ഓരോ കൊല്ലവും അത് ഡെബിറ്റ് ചെയ്ത് വരെ ചെയ്യാം. ടു ഫിനാൻസ് ഇൻകം 1,04,260. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ.